ഇന്ന് കുറച്ച് സ്ലിൻഷോട്ട് ഫിഷിങ് കേട്ടോ. കണ്ടോ, ഇത് ഫസ്റ്റ് അടിക്കുന്നതൊക്കെ ഒരു വലിയ വരാല, ഏകദേശം 1 കിലോൻ്റെ പുറത്ത് വരും. അങ്ങനത്തെ സൈസ് വരാല കേട്ടോ അടിച്ച് കയറ്റുന്നത്. ഇത് നോക്കിക്കോ, അത് കളിക്കുന്ന കളി കണ്ടോ. കൊണ്ട് കേട്ടോ, പിടിക്കണം ഇങ്ങനത്തെ വരാലിന് തന്നെ വലിയ മീൻ അടിച്ചു. നല്ല ഹെഡ് ഷോട്ട് തന്നെയാണ് കൊണ്ട കേട്ടോ. വലിയ കൊണ്ടയെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇത് ഏറെടുക്കാൻ ഞാൻ കുറച്ച് നേരം അവിടെ കാത്തിരിക്കുന്നു. ഈ സാധനം 2 പ്രാവശ്യം എൻ്റെ മുമ്പ് ഓടിക്കളയുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ ഇതിനെക്കൊണ്ട് നല്ല പൊന്തിരുന്നു. ഇരുന്നിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തു കേട്ടോ. ഇതേ സ്പോട്ടിന് ഒരു മീനും കൂടി പിടിക്കുന്നുണ്ട്, അതും കൂടി കാണും. അവിടെ ലേശം കുടുങ്ങിക്ക് നോക്കുമ്പോൾ ഒഴിവായി വന്നു, എന്തോ ഭാഗ്യം. പോകുന്നില്ല, നല്ല ഷൂട്ട് തന്നെ. ലോക്കായി, ശരിക്കും ലോക്കായിപ്പോയി മീൻ. ഇടിക്കുകയാണ് ഇങ്ങനത്തെ മീൻ തന്നെ ഓടിക്കുന്നത്. ഇതിൻ്റെ സൈസ് നോക്കി 1 കിലോൻ്റെ മേലെ ഉണ്ട്. സൈസുള്ള മീൻ കേട്ടോ. ഇത് എങ്ങനെയൊക്കെ 1.5 കിലോൻ്റെ മേലെ സൈസ് വരാലോ കേട്ടോ. കുറയൂല. നല്ല സൈസ് മീനാട്ടോ. ഒരു 1.5 കിലോ ഉറപ്പിച്ച്. അമ്മാതിരി സൈസുള്ള മീൻ കേട്ടോ. വലിയ വരാലാണ്, വരാൽ. ഇത്രയും വലിയ സൈസുള്ള വരാൽ. അടുത്ത കണ്ട അതേ സ്പോട്ടിൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ഒരു പിലോപ്പി മെല്ലെ പൊന്തി വരുന്നു. പൊന്തി വരലോ സ്ലിൻഷോട്ട് എടുത്ത് പിടിക്കുമ്പോൾ മീൻ ഓടുന്ന ഓട്ടത്തിൽ ഞാൻ കൊടുത്തു കളഞ്ഞു. കൊണ്ടയിടെയാണെന്നറിയോ, അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് കൊണ്ട് എന്താ ലെക്കിന് കൊണ്ടേന്ന് തോന്നുന്നു. ഓടിയ ഓട്ടത്തിന് ഞാൻ കൊടുത്തല്ലോ, കറക്റ്റ് അതിന് കൊള്ളുകയും ചെയ്തു. ഇത് വലിയ വലിപ്പമൊന്നുമില്ല, ഇതൊരു മീഡിയം സൈസ് പിലോപ്പി കേട്ടോ. പിലോപ്പിനെ കണ്ടോ. രണ്ടാമത്തെ പിലോപ്പി കേട്ടോ. ഇത് ചെറുതാ, അടിച്ച് വാലിൽ കൂടി കയറി കറങ്ങി കളഞ്ഞു. നൂലുമൽ കറങ്ങി നിൽക്കുന്ന എന്താ മീൻ ഓടി കറങ്ങി കളഞ്ഞ് മൊത്തം ചുറ്റിയിട്ടുള്ളത് എല്ലാവർക്കും അയച്ചെടുത്തിട്ട്. ഇത് നോക്കിക്കോട്ടെ, ഈ പിലോപ്പി, ഇത് പിലോപ്പിക്കിട്ടാണ് ഷൂട്ട് ചെയ്തത്. 5 സൈസുള്ള പിലോപ്പിയാന്ന് നോക്കിക്കോ. ഇതാണ് ഗിഫ്റ്റ് പിലോപ്പി. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മെല്ലെ എൻ്റെ അടുത്ത് തന്നെ പൊന്തിയിരുന്നു. പിലോപ്പിക്കെല്ലാം വേഗം കൊള്ളൂല, അത് കളിക്കുന്ന കളി കണ്ടോ. ഹെഡ് കൂടെയാണ് കയറിയത്. എന്നിട്ട് എന്ത് ചെയ്ത്, അതിനൊരു വിഷയമില്ല, അതോടുന്ന ഓട്ടം നോക്കി കയറിയ സ്ഥലം നോക്കിക്കോട്ടോ എവിടെയാണ് കയറിയെന്ന്. സൈസ് പിലോപ്പി കേട്ടോ, ഗിഫ്റ്റ് പിലോപ്പി. ഗിഫ്റ്റാട്ടോ സൈസ്. ഇന്ന് ഡേറ്റ് 10-ാം തീയതി കേട്ടോ. ഇപ്പം അടിച്ച് കയറ്റിയിട്ടുള്ളൂ. ഗിഫ്റ്റ് പിലോപ്പി. ഞാൻ അടുത്ത ഷൂട്ട് നോക്കിക്കോട്ടോ, നല്ല ലോങ് ഷൂട്ടിലാണ് അടിക്കാൻ പോകുന്നത്. ഒരു വരാലിനെയാണ് അടിക്കുന്നത് കേട്ടോ, നല്ല ലോങ് അടിക്കുന്നത്. അത് ഏറെടുക്കാൻ പോന്തി വരലും എവിടെയാണ് കൊണ്ട പിന്നെ അടി കൊണ്ടപാട് ഡെഡായിപ്പോയി. ഹെഡ് കൂടെ തന്നെ ഫുള്ളായിട്ട് കയറിപ്പോൾ നല്ല മർമ്മത്ത് കിട്ടിയെന്നു നോക്കിയാൽ വലിച്ചെടുക്കുമ്പോൾ നോക്കിയാൽ അനങ്ങൂല കൊണ്ട് കേട്ടോ. ഒരു പെടച്ചൽ വരില്ല സാധനത്തിന് അടി കൊണ്ടിക്ക് നോക്കാം കിട്ടോ ഇല്ലയോ നോക്കിക്കോട്ടെ മീനെ. അതും തലയെ കൂടിയാ കേട്ടോ കയറിയ. ഓ ഡെഡായി.
ഇതൊരു 1/2 കിലോ സൈസ് ഉണ്ടാവും വരാൽ. ഹെഡിൽ കൂടെ ആയതുകൊണ്ട് പിടച്ചലൊന്നുമില്ല. കറക്റ്റ് കയറിയ സ്ഥലം കണ്ട കറക്റ്റ് തലയിൽ കൂടെ. ഞാൻ അടുത്തടിക്കാൻ പോകുന്നത് നോക്കിയാൽ ഒരു പിലോപ്പി കിട്ടാണ്. അടി കൊണ്ട് പൊളയെന്നോ നോക്കിക്കോട്ടോ പിലോപ്പി. ലേശം അടിയിലാണ് നിൽക്കുന്നത്. ഇതിന് കൊള്ളുമില്ലെന്ന് വെച്ചാൽ അടിക്കുക. കറക്റ്റ് അതിന് തന്നെ കൊണ്ട് അടി കൊണ്ട് പൊളയുന്നുണ്ടില്ലേ കൊണ്ട് കേട്ടോ. ഇത് ലേശം മോശമില്ലാത്ത പിലോപ്പി. ഏകദേശം സാധാ പിലോപ്പിയാണെന്ന് തോന്നുന്നു. ഒരു 1/2 കിലോ സൈസ് ഉണ്ടാവും പിലോപ്പി എന്തായാലും. വെള്ള ഇളം കലക്ക ലേശം കൂടി തെളിഞ്ഞിട്ട് നല്ലോണം മീൻ കിട്ടി. 6ാമത്തെ മീൻ കേട്ടോ. ഇപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല. ഇപ്പം തന്നെ പിടിക്കണം. വെള്ളം ഇറങ്ങിയ പാട് 6ാമത്തെ മീൻ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മീനൊന്നും പിടുത്തം തരില്ല. പൊന്തി നിൽക്കില്ല. എല്ലാം പോയി കളി. ഇപ്പോൾ വെള്ളം ഇറങ്ങിയ പാട് എന്ത് ചെയ്യും? എല്ലാം അവിടെ ഇവിടെ എല്ലാം പൊന്തി നിൽക്കും മീനുകൾ. അടുത്ത ഷൂട്ട് കണ്ടോ. ഇതൊരു പിലോപ്പി കിട്ടി അടിക്കുന്നത് കേട്ടോ. അടി കൊണ്ട് പൊളയും നോക്കിയാൽ മീൻ കണ്ടോ. അവിടെ ഒരു 3-4 നിന്ന് അതിന് ഏറ്റവും വലുതിനെ നോക്കിയിട്ട് തന്നെ കൊടുത്ത് അതിന് തന്നെ കൊള്ളും കൊണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഓടിക്കണം. പിലോപ്പിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഇങ്ങനെ കളിക്കുന്നു. ഇതെന്ത് അവിടെ നിൽക്കുന്നില്ല. എന്നെ കാണുമ്പോൾ അപ്പം ഞാൻ നല്ല ലോങ് നിന്ന് ഇത് പൊന്തിയിട്ട് അതിൽ ഏറ്റവും വലുത് പൊന്തുന്നവരെ കാത്തിരുന്നു. പൊന്തി നിൽക്കലടിയ നല്ല ലോങ് നിന്ന് അടിച്ചു. ഇത് പുഴേൻ്റെ സൈഡിലോട്ട് ലേശം ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ട്. നല്ല പിടുത്തം പിടിക്കുന്നു. നിങ്ങളിന്ന് മഴ കഴിഞ്ഞവിടെ ആ സൈഡിൽ ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ പൊന്തി നിൽക്കും. മോശമില്ലാത്ത പിലോപ്പി കേട്ടോ. അതാണ് വാലിൽ കൂടിയാ കയറി. ഇത് മോശമില്ലാത്ത പിലോപ്പി കേട്ടോ. ഇത് അത്യാവശ്യം സൈസുള്ള പിലോപ്പി കേട്ടോ കയറിയത്. പിന്നെ ഈ മീനെല്ലാം എടുക്കാൻ ഒരു ആർമിക്കാരനാണ് വന്നത്. ആർമിക്കാരനാണ് മീൻ കൊടുത്തത്. ഇതാണ് ആർമിക്കാരൻ. ഇപ്പുറത്തുള്ള ഗൾഫുകാരൻ കേട്ടോ. 3 മീനിന് ആർമിക്കാരനും 3 മീനിന് ഗൾഫുകാരനും കൊടുത്തു. എല്ലാം എൻ്റെ കമ്പനി തന്നെ. അതൊന്നും അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്.